ഗൾഫിൽ എല്ലായിടത്തും മലയാളികളുണ്ട്. എന്നാൽ മലയാളികൾ മാത്രം സൃഷ്ടിച്ചെടുത്ത പ്രദേശം കാണാം മിക്ക ഗൾഫ് രാജ്യങ്ങളിലും. സൗദിക്കാർക്ക് ബത്തയും ഷറഫിയയും പോലെ, UAE-ക്കാർക്ക് നൈഫ് പോലെ, കുവൈറ്റിലെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ് അബ്ബാസിയ. നമ്മളിപ്പോൾ ഉള്ളത് അബ്ബാസിയയിലാണ്. വീട് വിട്ട മലയാളി സ്വന്തം നാടിനെ പുനഃസൃഷ്ടിക്കുകയായിരുന്നു അബ്ബാസിയയിൽ. അവർ കേരളത്തെ അപ്പാടെ പറിച്ചു നട്ടു ഇവിടെ. ഗൃഹാതുരത എന്താണെന്ന് അറിയാത്ത വിധം അവർ അബ്ബാസിയെ ഉള്ളിലേറ്റുകയാണ്. അബ്ബാസിയ ഒരു സ്ഥലനാമം മാത്രമല്ല കുവൈറ്റ് മലയാളികൾക്ക്, തലമുറകളിലേക്ക് കൈമാറുന്ന തീവ്ര വികാരം കൂടിയാണിത്. തിരക്കേറിയ അബ്ബാസിയയുടെ ഇടുങ്ങിയ വഴികളിലുടനീളം നിറയുന്ന മലയാളിത്തം മാറ്റമില്ലാതെ തുടരും. അബ്ബാസിയയുടെ അകത്തളങ്ങളിലൂടെയുള്ള യാത്രയും തുറന്നു പറച്ചിലുകളുമാണ് ഇത്തവണ ടിക്ടോക്കിൽ. Come, let's chat on TikTok. It's me, Chris, with you. ഇന്ന് ടിക്ടോക്കിൽ നമ്മോടൊപ്പം മലയിൽ മൂസക്കോയ, കോഴിക്കോട് ജില്ലയിലെ തലക്കുലത്തർ സ്വദേശി, കുവൈറ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, നിലവിൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ, മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ അനന്തരവൾ സൈനബയാണ് ഭാര്യ. 1983 മുതൽ കുവൈറ്റിൽ. ട്രീസ തോമസ് നഗരോ, കോട്ടയം സ്വദേശിനി, 16 വർഷമായി കുവൈറ്റിൽ. കുവൈറ്റ് ഫർവാനിയ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം അബ്ബാസിയയിൽ താമസിക്കുന്നു. സ്രാമ്പി വളപ്പിൽ മജീദ്, കോഴിക്കോട് ജില്ലയിലെ നന്ദി സ്വദേശി, പ്രവാസിയായി കുവൈറ്റിലെത്തിയിട്ട് 14 വർഷമായി. പ്രവാസത്തിന്റെ സുഖവും ദുഃഖവും അനുഭവിച്ചത് അബ്ബാസിയയിൽ. കുവൈറ്റിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുവൈറ്റിലെ പ്രമുഖ സംഘടനയായ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനിൽ 12 വർഷമായി പ്രവർത്തിക്കുന്നു. കളിയത്ത് വളപ്പിൽ അബ്ദുൽ ഹമീദ്, മലപ്പുറം കോക്കൂർ സ്വദേശി, നാസറൽ സായർ ഫുഡ് സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സിൽ ടെക്നിക്കൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. 25 വർഷമായി കുവൈറ്റിൽ. കുവൈറ്റിലെ പ്രമുഖ സാമൂഹിക സേവന പ്രസ്ഥാനമായ കേരള ഇസ്ലാമിക് ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകൻ. വർഷങ്ങളായി അബ്ബാസിയയിൽ താമസിക്കുകയും പ്രദേശത്തെ സാമൂഹിക പ്രവർത്തന മേഖലയിൽ ഇടപെടുകയും ചെയ്യുന്നു. ഓരോ ഗൾഫ് മേഖലയിലും എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളി പോക്കറ്റ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ദുബായിൽ എടുക്കുകയാണെങ്കിൽ നൈഫുണ്ട്, അല്ലെങ്കിൽ ഷറഫിയുണ്ട്, അല്ലെങ്കിൽ ബത്തയുണ്ട്. ഇവിടെ അബ്ബാസിയ. ഇപ്പോൾ ഈ അബ്ബാസിയയിലേക്ക് മലയാളികൾ ഇത്രത്തോളം വന്നു ചേരാൻ അതിനെന്തെങ്കിലും പ്രത്യേകമായിട്ട് കാരണം ഒക്കെ കാണുന്നുണ്ട്? സ്വാഭാവികമായും അബ്ബാസിയയിൽ എത്തുന്ന ആളുകൾക്ക് ഒരു ഗൃഹാതുരത്വം അനുഭവപ്പെട്ടില്ല. അത് ഇൻവേഷൻ്റെ മുമ്പ് അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ ഒരു പ്രമുഖ പത്രത്തിൽ അബ്ബാസിയുടെ ഒരു സപ്ലിമെൻറ്റിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അവരാവശ്യപ്പെട്ടപ്പോൾ. അപ്പോൾ ആ കുറിപ്പിൽ ഞാൻ പറഞ്ഞു, പരശുരാമൻ മഴുവെറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത്. അബ്ബാസിയുടെ കിഴക്കൻ ഭാഗത്ത് നിന്ന് ഏതോ ഒരു പരശുരാമ മഹർഷി അന്നൊരു മഴു എറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരു അബ്ബാസിയ രൂപപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയായി ഇവിടെയും ഒരു അബ്ബാസിയ, ഒരു കൊച്ചു കേരളം ഉണ്ടായി. ഇവിടെ പ്രധാനമായും അനുഭവപ്പെടുന്ന ഒരു കാരണം, ഇവിടെ ഒരു ഗൃഹാതുരത്വം ഒരാൾക്കും അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇപ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ കൃത്യമായി 25 വർഷമോളായി ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, കുവൈറ്റിലൊരു പ്രമുഖമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു ഡയറക്ടർ കൂടിയാണ് ഞാൻ ദിവസം 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. കാരണം എന്നാൽ അബ്ബാസിയോടുള്ള അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്. ആ ഒരു കാര്യത്തിനോടൊപ്പം തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും കൂടുതൽ മലയാളി സംഘടനകൾ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നേഴ്സ് എന്ന ആ ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാർ ഈ ഏരിയയിൽ തന്നെയാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ കാരണം എന്താണ്? കാരണം ഹോസ്പിറ്റൽ ഇതിനടുത്ത് തന്നെ ആവണമെന്നില്ലെങ്കിലും എല്ലാവരും സെറ്റിൽ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതിനെന്തായിരിക്കും കാരണം? നേഴ്സസിനെ സംബന്ധിച്ച് ഭൂരിഭാഗം അവരുടെ ചിൽഡ്രനെ പറ്റി അവർ ചിന്തിക്കുന്നു. ചിൽഡ്രനെ നോക്കാനായിട്ട് ക്രഷ്, ഇഷ്ടംപോലെ ബേബി സിറ്റിങ്ങൾ, കുറഞ്ഞ ചെലവിൽ സ്കൂൾ വിദ്യാഭ്യാസം, എല്ലാവിധ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. നാടിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ യുണൈറ്റഡ് സ്കൂൾ, സെൻട്രൽ സ്കൂൾ, അതുപോലെ എല്ലാ ക്രിസ്ത്യാനിക്ക് സിസ്റ്റേഴ്സിൻ്റെ സ്കൂളുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതാണ് മെയിനായിട്ട് പിള്ളേരുടെ വിദ്യാഭ്യാസം. പിള്ളേർ മെയിനായിട്ട്, കാരണം പേരൻസിൻ്റെ മെയിനായ കാര്യം പിള്ളേരാണല്ലോ. അവരതിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് വേണ്ടി. ഇതിലിപ്പോൾ 2 വശമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഒരുവിധം മലയാളികൾ വരുന്നു, ഫാമിലിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ്. പക്ഷേ ഫാമിലി അല്ലാതെ കുറേ ബാച്ചിലേഴ്സും ഇവിടെ താമസിക്കുന്നുണ്ട്. കുറേ അധികം ആൾക്കാർ ഇവിടെ നിന്ന്
കുവൈറ്റിലേക്കും ഈ ഒരു അടുത്ത ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാനും പോകുന്നുണ്ട്. ഇവിടെ വന്ന് താമസിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്താ? ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സമാധാനമാണ്. അബ്ബാസിയ മലയാളിക്ക് തിങ്ങി പറയുന്ന സ്ഥലം വളരെ സമാധാനത്തോട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട്, ഈവൻ വണ്ടി ഓടിക്കുന്ന ട്രാഫിക് ജാം ഉണ്ടാകുമ്പോൾ മലയാളികളാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കി വഴിമാറി കൊടുക്കും. പിന്നെ ഷോയ്ക്ക് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയ ഇവിടെ അടുത്താണ്. അവിടെ ജോലി നാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത സ്ഥലം അബ്ബാസിയാണ്. മറ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും മലയാളി തിങ്ങി പാർക്കുന്ന സ്ഥലം എന്നുള്ള സ്ഥലത്ത് കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നത് അബ്ബാസിയ തന്നെ, പുതിയതായി വരുന്ന ആൾ. നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ ഒരു പേര് അബ്ബാസിയെക്കുറിച്ച് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് അബ്ബാസിയ എന്ന് പോലുമല്ല. ഇത് അബ്ബാസിയ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താണ്? അത് ഈ അബ്ബാസിയ എന്നൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു പോലും. അതായത് ഒരു 50 വർഷം മുമ്പ് അന്നിവിടെ ഈ മൺകൂനകളുടെ ചെറിയൊരു മാർക്കറ്റ് അത് മാത്രമായിരുന്നു അന്ന് പറയപ്പെട്ടിരുന്നത് അബ്ബാസിയ മാർക്കറ്റ് എന്ന്. ഒരു അബ്ബാസിയ എന്നുള്ളത് അറബ് ചരിത്രത്തിൽ അബ്ബാസിയ എന്ന പ്രദേശത്തിനും ആ നാമത്തിനും കുറേ പ്രാധാന്യമുണ്ട്. നിർണായകമായൊരു നാമമാണ് അബ്ബാസിയ. അതുകൊണ്ട് ആ അബ്ബാസിയ മാർക്കറ്റിലുണ്ടായിരുന്നു ഇവിടെ അന്ന് ആളുകൾ വന്നത്. ശരിക്കും ഇത് ജിലേബ് ഷുക്കാണ്. അതിൻ്റെ 2 ഭാഗമാണിത്. അബ്ബാസിയ അസ്സാവി 2 ഭാഗങ്ങൾ മാത്രമാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ എടുക്കുക. എന്തായാലും മജീദിനോട് ചോദിക്കാനുള്ള മറ്റൊരു വിഷയമാണ് നമ്മൾ നാട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ. അതായത് നമുക്ക് പൊതുവെ കേരളത്തിൽ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കണം, ഒരു സ്ഥലവും നമ്മൾ വൃത്തികേടാക്കാതെ നമ്മൾ നോക്കണം, അങ്ങനെയുള്ളൊരു ചിട്ടയും ശീലവും മലയാളിക്ക് പണ്ടില്ല. അത് അബ്ബാസിയയിലും നമ്മൾ കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം. അതെൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്ന ഈ ഒരു എവിടെയോ ഒരു നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഒന്ന് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇവിടെ നമ്മുടെ പരിധിയിൽ അധികം ആളുകളാണ് താമസിക്കുന്നത്. മറ്റ് ഏത് ഭാഗത്തെ അപേക്ഷിച്ചിട്ടും അബ്ബാസിയ മേഖലകളിലെ ജനസാന്ദ്രത കൂടുതലാണ്. അതിനനുസരിച്ച് പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയോട് ആ ലെവലിൽ വെച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ക്ലീനിങ്ങിനാണെങ്കിൽ രാവിലെ വന്ന് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് കുമ്പാരങ്ങൾ കൂടുകയാണ്. അപ്പോൾ അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ ചെയ്യേണ്ട കാര്യമല്ല. അല്ലല്ല, നമ്മൾ സാധാരണഗതിയിൽ ഗാർബേജ് ബാഗ് ഇവിടെ ഡ്രമ്മിൽ കൊണ്ടുവിടും. ഡ്രമ്മൊന്നും ഫുള്ളായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടുത്തിടും. അപ്പം വേറൊരാൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ജനസാന്ദ്രത കൂടുതൽ. നമുക്ക് കുറച്ച് വർഷം മുമ്പേ എന്താ വെച്ചിട്ട് 1-2 സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നുണ്ട്. ഇപ്പോൾ അത് പൊളിച്ചിട്ട് 10-12 സ്റ്റോറി ബിൽഡിംഗ് ആകുമ്പോൾ അത്രയും ആളുകൾ കൂടുകയാണ്. അതിനനുസരിച്ച് വികസനത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതാണത്. എന്തായാലും വികസനത്തിനെ കുറിച്ച് ഇനി നമുക്ക് ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്. വിൽ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. വിൽ ബി ബാക്ക് വിത്ത് യു. ദിസ് ഈസ് ടി ടോക്ക് ആൻഡ് ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. വെൽക്കം ബാക്ക് ടു ടി ടോക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന വികസനത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതാണ് ഒരു പക്ഷേ എവിടെയോ വൃത്തിയുടെ കുറവ് വരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ സംസാരിച്ചത്. അറിയാനുള്ള വേറൊരു വിഷയം, ഇത്രയും ജനസാന്ദ്രമായ, ഇത്രയും ജീവിക്കാൻ സൗകര്യമുള്ള, ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട അബ്ബാസിയ, ഇത് ഒരു ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഒരു ത്രെറ്റിലാണ് എന്ന് അറിയുന്നു. ഗോൾഡൻ ട്രയാങ്കിളിൻ്റെ ത്രെറ്റിലാണെന്ന് പറയുന്നു. ഇത് മുഴുവനും മാറ്റി ഇതൊരു ടൗൺഷിപ്പാക്കി മാറ്റാനുള്ളൊരു ശ്രമം നടക്കുന്നു. ഇതിനെ എത്രത്തോളമാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അത് ഭീതിയോടെയാണ് കാണുന്നത്, അതോ ഇനി എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ പോകും എന്നുള്ള ഒരു ഭയം മാത്രമാണ്? അത് എത്ര പെട്ടെന്ന് പ്രാവർത്തികമാവും എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം ഇങ്ങനെയുള്ള വലിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിൻ്റെതായ സമയമെടുക്കും. ആ സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റൊരു അബ്ബാസിയ കുവൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉണ്ടാവും, ഉദയം കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇവിടെ നമ്മളിപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞതിനോടൊപ്പം തന്നെ എന്തായാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു പേടിയും കൂടിയുണ്ട്. അതായത് ഇവിടെ പിടിച്ചു പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നടക്കും. നേരത്തെ ഫാമിലിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഏരിയ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു പേടി, അതായത് വൈകിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരാൻ പേടിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ അതേ ഒരു ഫീലിംഗ് ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം. അടുത്ത കാലത്തായിട്ട് അതുണ്ട്. അടുത്ത കാലത്തായിട്ട് പിടിച്ചുപറികൾ. അതിനെന്തായിരിക്കാം കാരണം? അതെനിക്ക് ഇവിടെ 2 വിഭാഗമാണ്. ഒന്ന് മുതലാളി എന്ന് വെച്ചാൽ സമ്പന്നർ, ഒന്ന് തീരെ സമ്പന്നരില്ലാത്ത ദരിദ്രരായ കുറേ ആളുകൾ. അവരാണ് ഈ പ്രത്യേകിച്ച് ഈ പിടിച്ചുപറിയുടെയൊക്കെ ആളുകൾ. അത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ നാഷണാലിറ്റീസിൽപ്പെട്ട ആളുകളല്ല, പുറത്തുനിന്ന് വന്ന് ഇവിടെ കാലങ്ങളായി താമസിച്ച ആളുകൾ, വേണ്ടത് എഡ്യൂക്കേഷൻ ഇല്ലാതെ അതുകൊണ്ട് നല്ല ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പമായ സമ്പാദ്യമാർഗം പാവപ്പെട്ട ഇന്ത്യക്കാരെ പിടിക്കുക എന്നുള്ളതാണ്. അവർ പ്രതികരിക്കില്ലല്ലോ. ഒരു ഇന്ത്യക്കാരനായാലും പിന്നെ പിടിക്കുകയാണെങ്കിൽ നോക്കി നിൽക്കുന്ന ഒരുത്തനും അവർ തടുക്കാനും പിടിക്കാനില്ല. അവന് തടി നോക്കി അവൻ. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സംഘടനകൾക്ക് സാധിക്കും. ഇവിടെ ഇത്രയും അധികം ആൾക്കാരും ഇത്രയും ഒത്തൊരുമയും ഇത്രയും സംഘടനകളും ഉണ്ട്. എന്തുകൊണ്ട് സംഘടനകൾ ഇതിനെതിരെ ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല? ഇത്തരം ഈ ഒരു പിടിച്ചു പറയും അല്ലെങ്കിൽ ഒരു പേടി, വൈകുന്നേരം പുറത്തിറങ്ങി നടക്കാൻ ഒരു പേടിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നറിയുന്നത് എന്തുകൊണ്ട് സംഘടനകൾ ചെറുത്ത് നിൽക്കുന്നില്ല?
സംഘടനകൾ ഒരു വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും 2-3 വർഷം 10 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ബഹുമാന്യനായ സ്വാഷ് പവൻ സിംഗ്, അദ്ദേഹം വളരെ ഹൈലി എഡ്യൂക്കേറ്റഡായ ഒരു അംബാസഡറാണ് ഇപ്പോൾ UN. അദ്ദേഹം വളരെ യോഗം വിളിച്ച് തൊട്ടടുത്തുള്ള ഈ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ഒരു വലിയൊരു സമ്മേളനം നടത്തി അതിൻ്റെ അധികൃതരുടെ ഇടയിൽ അത് കാര്യമായി റിയാക്ട് ചെയ്യും. ശരിയായ പ്രതികരണം ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ കുറച്ചുകൂടി മെല്ലെ ഈ കുറ്റവാസനകൾ തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായാൽ തീർത്തും കുറേയൊക്കെ പരിഹാരം കാണാൻ കഴിയുന്നതേ ഉള്ള പ്രശ്നങ്ങൾ. ഈ സംഘടനകൾ വെറും ഒരു നാമമാത്രത്തിനൊരു സംഘടന, അല്ലെങ്കിൽ വേദിയിൽ ആനുവൽ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്യാനും വേദിയിൽ കയറാൻ വേണ്ടിയിട്ടും സംസാരിക്കാനും ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനും വേണ്ടി മാത്രമായിട്ടുള്ള സംഘടനകളായി ചുരുക്കി പോകുന്നുണ്ട്. ഏറെക്കുറെ ആ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പുണ്ട്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ അസോസിയേഷനുള്ള സംഘടനകൾ പലപ്പോഴും ഈ ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു ആനുവൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ വിളിച്ചു ചേർക്കുന്ന ഒരു ഡിന്നർ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരവസരം, ഒരു ലെറ്റർ പേഡ്, അല്ലെങ്കിൽ പത്രത്തിൽ ഞാൻ 10-30 വർഷക്കാലം കോവിഡ് ടൈംസിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറെക്കുറെ അങ്ങനെ. പക്ഷേ ഞാനത് ജഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇവിടുത്തെ എല്ലാ സംഘടനകളും ചാരിറ്റിയിൽ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു നേരത്തെ പറഞ്ഞതിനോട് ചെറിയൊരു യോജിപ്പാണ്. അതിൽ ഞാനൊരു കാര്യം കൂടെ ഞാൻ പറയും. സംഘടനകൾക്ക് പരിധിയുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനായി പ്രവർത്തിച്ച് നേടിയ പല ആൾക്കാരും ഉള്ളപ്പോൾ സംഘടനയ്ക്ക് പരിമിതി ഉണ്ട് എന്ന് പറയുന്നത് കഷ്ടമല്ല. അല്ല, സംഘടനകൾക്ക് പരിമിതി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പിടിച്ചുപറി, ഇവിടെ ഒരു പിടിച്ചുപറി നടന്നു കഴിഞ്ഞാൽ ഒരു സംഘടനക്കാരന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ രജിസ്റ്റേർഡ് സംഘടന ഒന്നുമല്ല, അതിന് ചെയ്യേണ്ടതാരാണ്? എംബസിയാണ്. പക്ഷേ എംബസിയുടെ ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ നിരുത്തരവാദപരമായി എനിക്ക് തോന്നുന്നത്. മുമ്പ് ഇതേപോലെ തന്നെ ഇവിടുത്തെ പിടിച്ചുപറിയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ അവരെല്ലാം കൂടിയിട്ട് ഒരു അവയർനെസ് നടത്തിയിരുന്നു. അന്ന് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണം എല്ലാവർക്കും പണമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുക്കുമുകളിൽ നോക്കിയാലും കവർച്ചകളില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം പറയാം, ഇത് കേരളം തന്നെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ കേരള സംഘടനകൾ ഒരു പരിധി വരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനത്തിനെ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ പൂർ ഫാമിലിയിൽ പെട്ടതാണെങ്കിൽ ആ ചാരിറ്റി നല്ലതായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന നാട്ടിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുപോകാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു പരിധി വരെ എന്തൊരാവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലും സംഘടനകൾ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സംഘടനകൾക്ക് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ സംഘടനകളെ കുറിച്ച് അല്ലാതെ അബ്ബാസിയയുടെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട്. ചെറിയൊരു ഇടവേള. വിൽ ബി ബാക്ക് വിത്ത് യു ഇൻ എ ഷോർട്ട് വൈൽ. ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം